അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് അച്ഛനും ചേട്ടൻ്റെ അമ്മയും ഒക്കെ ആയിട്ട് പഴനി ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ചുതെങ്ങ് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സംഗീത ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ കയറിയിട്ട് 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. 760 കേട്ടോ നമുക്കായ റേറ്റ് 4 പേർക്ക്. അപ്പോൾ ശ്രീകുട്ട കുറച്ച് കുരുത്തക്കേടൊക്കെ ആയിരുന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾ നേരത്തെ പോയി ടിക്കറ്റ് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. സമയം അന്വേഷിച്ചിട്ട് വന്നിട്ട് പോകുന്ന ദിവസം പോയി ടിക്കറ്റ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ദിവസം ഇങ്ങനെ പോയിരുന്നു. നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റായിരുന്നു കയറിയിരുന്നത്. നമ്മൾ ബുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. നമ്മൾ ഒരാഴ്ച മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് 109 പേര് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്യാൻ നിന്നില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഉറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 6:52 ആകുമ്പോഴത്തേക്ക് ട്രെയിന് പളനിയിലെത്തുമെന്നായിരുന്നു ഒരു പ്രതീക്ഷ. പക്ഷേ കുറച്ച് സമയം ട്രെയിൻ ലേറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഉറക്കം എണീച്ചപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ലേറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ 7:30 ആയി പളനിയിലെത്തിയ സമയത്ത്. അപ്പോൾ ചെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ലിഫ്റ്റ് വഴിയാണ് കേട്ടോ അപ്പുറ സൈഡിലെത്തിയത്. തിരിച്ച് യാത്ര ചെയ്ത് വരുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ലിഫ്റ്റ് വഴി കയറി അപ്പുറത്ത് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ നമുക്ക് നല്ലത്. അപ്പോൾ പളനിയിൽ നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ ദണ്ഡപാണി നിലയത്തിൽ കൊണ്ടാക്കി. പക്ഷേ അവിടെ റൂം ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഒരു 2 മിനിറ്റ് നടക്കത്തക്ക ദൂരത്തിൽ നമുക്കൊരു കോട്ടേജ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളെ കൊണ്ടുപോയ ഓട്ടോക്കാരൻ തന്നെയാണ് അവിടെ കൊണ്ടാക്കി തന്നത്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം കോട്ടേജൊക്കെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേനും അവർ നമ്മളെ ആൾ നോക്കിയിട്ടാണ് റേറ്റ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ചെന്ന് വീഴാതിരിക്കുക. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജസ്റ്റ് അവിടെ എവിടെയൊക്കെ നടന്നാൽ അടുത്തടുത്ത് കോട്ടേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ റേറ്റ് 2-3 കയറി ചോദിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കാണുന്ന കോട്ടേജാണ് ഞങ്ങൾ എടുത്തത്. അവർ 1000 രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് പറഞ്ഞത്. അതേ സെയിം ബെഡ്റൂമും ബാത്റൂമും എല്ലാം നമുക്ക് സെയിം ഒരേപോലെയായിരുന്നു. അവിടെ കണ്ട പോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് 600 രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റും കുറവാണ്. ബെഡ്റൂമും വലിയ കുഴപ്പമൊന്നുമില്ല, ബാത്റൂമും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അത് ചൂസ് ചെയ്തു കേട്ടോ. റൂമിൽ ചെന്ന് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് നമ്മൾ ബ്രഷെല്ലാം ചെയ്തിട്ട് നേരെ കാപ്പി കുടിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പളനി നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാ കാണുന്നതാണ് കേട്ടോ പളനി. ഇഷ്ടംപോലെ ഹോട്ടലും ഇഷ്ടംപോലെ കോട്ടേജും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കയറുക കേട്ടോ. നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള ശരവണ ഹോട്ടലിലായിരുന്നു കേട്ടോ കയറിയത്. നല്ല ടേസ്റ്റിലും നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചേട്ടന് ഒരു സെറ്റ് പൂരിയും ഞങ്ങൾ 3 പേരും മസാല ദോശയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ പൂരിക്കകത്ത് സെറ്റ് വരുന്നത് 2 പൂരിയും കറിയാണ്. മസാല ദോശയ്ക്കകത്ത് ചട്നിയുണ്ട്, അവരുടെ എന്തോ ഒരു തക്കാളിക്കറിയുണ്ട്, പിന്നെ വേറെ എന്തോ ഒരു കറിയും കൂടെ ഉണ്ട് കേട്ടോ. മസാല നല്ല സൂപ്പർ മസാലയായിരുന്നു. സൂപ്പർ ഫിൽറ്റർ കോഫി കിട്ടി കേട്ടോ. അപ്പോൾ അത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആറ്റി അത് കളഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കഴുകാൻ പോകുന്നിടത്ത് കണ്ടതാണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൈ കഴുകാൻ പോകുമ്പോൾ തന്നെ ഈ റേറ്റ് കണ്ടിട്ട് നമുക്ക് വാങ്ങിക്കാമല്ലോ എന്നുള്ള ഒരു ആശയത്തിലായിരിക്കണം അവരത് അവിടെ വെച്ചത് കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായിട്ട് നേരെ അമ്പലത്തിലോട്ട് പോകാനാണ് കേട്ടോ ഇറങ്ങുന്നത്. ചേട്ടൻ കാവിക്കൈയിലേക്ക് കൊടുത്തിട്ടാണ് കേട്ടോ വരുന്നത്. അച്ഛനും ചേട്ടനും കൂടെ റെഡിയായി. ഞാനാണ് കേട്ടോ വീഡിയോഗ്രാഫർ. പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും റെഡിയായി കേട്ടോ. ഞങ്ങൾ താഴെ ഇറങ്ങി നിൽക്കുകയാണേ. ഞങ്ങൾ നേരെ നടന്ന് പോകാൻ തുടങ്ങാനാണ് കേട്ടോ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് പോകാമല്ലോ. ചേട്ടന് ആദ്യമായിട്ട് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. ശ്രീകുട്ടൻ പിന്നെ തോളിൽ കയറി നടക്കാൻ ഇത്തിരി പാടാണ് അവന്. അപ്പോൾ കുതിരവണ്ടിയൊക്കെ കണ്ട് ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് പളനി ഉള്ളതെന്നൊന്ന് ഫസ്റ്റ് തിരക്കി വെക്കുക കേട്ടോ. അപ്പോൾ പോകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മുടെ കോട്ടേജിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നേരെ സ്ട്രെയിറ്റ് നടക്കുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ കുറേ വട്ടം വന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിലെ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ആയിട്ട് കുറേ വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ മുരുകൻ്റെ പൊട്ട് കുത്തിത്തരാമെന്ന് പറഞ്ഞ് 2 ചേച്ചിമാരും ഒരു കുഞ്ഞു വാവയും കൂടെ വിളിച്ചു കേട്ടോ. അപ്പം 10 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ചേട്ടൻ അവനെ കൊണ്ട് കുത്തിച്ചു കേട്ടോ. ഇപ്പെല്ലാം നിങ്ങളുടെ റൂമിൽ ഊരിയിട്ടിട്ട് പോയെന്നായിരിക്കും കേട്ടോ നല്ലത്. അവിടെ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ. മൊബൈൽ ഫോൺ ഞാൻ കൊണ്ട് കയറാൻ പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ മുകളിൽ ചെന്നപ്പോൾ ഭൂരിപക്ഷം പേരുടെ കയ്യിൽ മൊബൈലും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കയറാനായിട്ടുള്ളൊരു ആവേശത്തിൽ ഞങ്ങൾ നടന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗേറ്റ് കണക്ക് ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പളനിയിലോട്ട് പോകുന്ന വഴി അവിടെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫി എടുക്കാനുള്ളവർ മാത്രം ഫോൺ കൊണ്ട് കയറുക. അപ്പോൾ അവർ കാണാതെ വേണം കേട്ടോ കൊണ്ട് കയറാനായിട്ട്. അവർ നമ്മളെ കൊണ്ട് കയറാൻ സമ്മതിക്കില്ല കേട്ടോ. മൊബൈൽ ഫോൺ കൊണ്ടുപോയാൽ തന്നെ നമുക്കവിടെ താഴെ വെക്കുന്നതിന് 5 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഒരെണ്ണത്തിന്. വെളിയിൽ ചെന്നപ്പോൾ ഒരു ചേട്ടനോട് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്തത്.
നമ്മൾ തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ടുള്ളതാണേ. കുറച്ച് കളിപ്പാട്ടങ്ങൾ മേടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് റൂമിലെത്തി കേട്ടോ. റൂമിൽ നിന്ന് നേരെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ 2 ഊണും ഒരു നൂഡിൽസും ഒരു ഫ്രൈഡ് റൈസുമാണ് കേട്ടോ പറഞ്ഞിരുന്നത്. ഊണൊക്കെ നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ. നമുക്ക് 2 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലാണ് ഊണൊക്കെ വരുന്നത്. 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത്. റൂമിൽ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ ട്രെയിൻ വന്നിരുന്നു കേട്ടോ. നമ്മൾ നെക്സ്റ്റ് പോകുന്ന എവിടോട്ടാണെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതായിരിക്കും കേട്ടോ അടുത്ത വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ.